നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ചില ജീവികൾ നമ്മളുടെ ഗ്രഹത്തിലേക്ക് ക്ഷണിക്കപ്പെടാതെ എത്താറുണ്ട്. അങ്ങനെയുള്ള ജീവികൾ എത്തിച്ചേരുമ്പോൾ പലർക്കും അതൊരു വിഷമകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകാറുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? ജീവികളുടെ വരവ് നമുക്ക് ദോഷമാണോ ഗുണമാണോ? ഇതൊന്നും പലർക്കും അറിയില്ല. അത്തരത്തിലുള്ള ചില സംശയങ്ങൾ പല പ്രേക്ഷകരോട് ചോദിക്കാറുണ്ട്. ക്ഷണിക്കപ്പെടാതെ ഇത്തരത്തിൽ പക്ഷി മൃഗാദികൾ നമ്മളുടെ ഗ്രഹങ്ങളിലേക്ക് എത്തുമ്പോൾ അത് നമ്മളുടെ ജീവിതത്തിൽ താമസം വിനാ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളുടെ സൂചനകളായിട്ടും നമ്മളുടെ പൂർവികന്മാർ കരുതിയിരുന്നു. സംഭവിക്കേണ്ടതൊക്കെ സംഭവിക്കേണ്ട കാലത്ത് തന്നെ സംഭവിക്കും. എന്നിരുന്നാലും സംഭവിക്കാനുള്ള കാര്യങ്ങളുടെ ഒരു സൂചന ലഭിക്കുന്ന പക്ഷം നമുക്ക് അതൊക്കെ ഒന്ന് വിശ്വാസപൂർവ്വം പ്രാർത്ഥനയോടുകൂടി പരിഹാരം എന്നുള്ള രീതിയിൽ ചെയ്ത് അതിന്റെ ദോഷങ്ങളെ കുറച്ചൊക്കെ ഒന്ന് ശമിപ്പിക്കാനായിട്ട് സാധിക്കും. അശുഭ സംഭവങ്ങളുടെ ദിക്കുകൾക്ക് ചില മാറ്റങ്ങൾ വരുത്തി ആശ്വാസമേകാൻ അതുകൊണ്ട് സാധിക്കും. അത്തരത്തിലുള്ള ഈ പക്ഷി മൃഗാദികളുടെ ആഗമനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജനങ്ങൾക്കുള്ള സംശയങ്ങളുടെ ചില മറുപടികൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രതിപാദിച്ചു പോകാം. എന്തായാലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദോഷങ്ങളെ ലഘൂകരിക്കാനുള്ള കഴിവുണ്ട്. ചെറിയ ചെറിയ വീഡിയോകളിലായിട്ടാണ് വിഷയത്തെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ നമുക്ക് പട്ടി വീട്ടിലേക്ക് ക്ഷണിക്കപ്പെടാതെ കയറി വരികയാണെങ്കിൽ അതിന്റെ ഫലങ്ങളും മറ്റും എന്താകും എന്നൊന്ന് പരിശോധിക്കാം. നായ, പ്രത്യേകിച്ച് കറുത്ത പട്ടി, കാലഭൈരവന്റെ വാഹനമായിട്ടാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പട്ടി വീട്ടിലേക്ക് ക്ഷണിക്കപ്പെടാതെ കയറി വരുന്നത് ശിവഭഗവാന്റെ കടാക്ഷത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് വിശ്വാസം. എന്നിരുന്നാലും പട്ടി കാലന് തുല്യമായിട്ടാണ് പഴമക്കാർ കരുതിയിരുന്നത്. മൃഗങ്ങൾക്ക് വാക്സിനും മറ്റും ഇല്ലാതിരുന്ന പഴയ കാലത്ത് പട്ടി കടിക്കുന്ന പക്ഷം മരണം നിശ്ചയമായിരുന്നു. ഇത്തരം പട്ടികളെ തിരിച്ചറിയാനും അക്കാലത്ത് ബുദ്ധിമുട്ടാണ്. അത് ഈ കാലത്തും അതിന് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് കയറി വരുന്ന നായ ദുശകനമായും കഷ്ടകാലത്തിന്റെ പ്രതീകമായും ഒക്കെ അക്കാലത്ത് കരുതിയിരുന്നു. കൂടാതെ നായയെ ദാരിദ്ര്യത്തിന്റെ പ്രതീകമായും പഴമക്കാർ വിശ്വസിച്ചിരുന്നു. ഇത്തരം നായകളെ അടിച്ചു കൊല്ലുകയോ വിഷം കൊടുത്തു കൊല്ലുകയോ ഒക്കെ ചെയ്യുക പതിവായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ കൊല്ലുവാനുള്ള അധികാരം ഒരു മനുഷ്യനും ഇല്ല. അത് അധികാരപ്പെട്ടവർക്ക് ചെയ്യാവുന്നതാണ്. വ്യക്തികൾ അങ്ങനെ ചെയ്യാതിരിക്കുക എന്ന് തന്നെ. ഈ അടുത്ത സമയത്ത് നമ്മുടെ കേരളത്തിൽ നിരവധിയായിട്ടുള്ള പേവിഷബാധ മൂലമുള്ള മരണവും ഉണ്ടായി. ആരോഗ്യ രംഗത്തെ അനാസ്ഥ കൊണ്ട് തന്നെയാണ് അതൊക്കെ സംഭവിച്ചത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏതൊരു രാജ്യത്തിന്റെയും വികസനത്തിൽ തടസ്സം നിൽക്കുന്ന ഒരു കാര്യം നായശല്യം തന്നെയാണ്. നമ്മളുടെ നാട്ടിൽ തെരുവ് നായകൾ വർദ്ധിച്ചു വരികയാണ്. അതിനൊരു ശമനം അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായേ മതിയാകൂ. അങ്ങനെ പേവിഷബാധ ഉണ്ട് എന്ന് കരുതുന്ന നായയെ കാണുന്ന പക്ഷം അത് അധികാരികളെ അറിയിക്കുകയും അതിനു വേണ്ട നടപടികൾ എടുക്കാൻ അവരെ പ്രേരിപ്പിക്കുകയുമാണ് സാധാരണ ജനങ്ങൾ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ മറ്റ് സാംക്രമിക രോഗങ്ങളൊന്നുമില്ല എന്ന് തന്നെ ഉറപ്പാക്കിയിട്ട് വേണം നായയോ മറ്റ് മൃഗങ്ങളെയും ഒക്കെ പരിപാലിക്കാനായിട്ട്. നായകൾക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ നൽകി പരിപാലിക്കുന്നത് ഉചിതം തന്നെയാണ്. എന്നിരുന്നാലും അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലായിരിക്കണം എന്ന് മാത്രം. കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി ദിവസം നായകൾക്ക് വിശേഷമായിട്ട് ഭക്ഷണം നൽകുന്നത് ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നതിന് സഹായിക്കുമെന്നാണ് വിശ്വാസം. ആ വ്യക്തിയുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഇല്ലാതാകുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.